മീഡിയാടെക്കിന്റെ മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് മീഡിയാടെക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 3rd ജനറേഷനിൽ വരുന്ന 4nm പ്രോസസ്സറാണ്. പിന്നെ CPU കാര്യത്തിൽ ഇത് ഒക്ടാ കോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ വരുന്നുണ്ട്. 3.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ന്റെ ഒരു പെർഫോമൻസ് കോർ വരുന്നുണ്ട്. പിന്നെ 2.85 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ന്റെ 3 കോറുകളും അതുപോലെ തന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. അപ്പം പഴയ പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് വരേണ്ടതാണ്. പിന്നെ GPUയുടെ കാര്യത്തിൽ ARM ഇമ്മോർട്ടാലിസ് G720 MC12 GPU ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ GPUയുടെ കാര്യത്തിൽ പവർ എഫിഷ്യൻസി 20% കുറയ്ക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ പ്രോസസ്സറിൽ 10% കുറഞ്ഞൊരു പവർ കൺസംഷൻ ആയിരിക്കും വരിക. പിന്നെ സെല്ലുലാർ ഡാറ്റ കൺസംഷൻ 25% കുറയുന്നതായിരിക്കും. പിന്നെ ഗെയിമിങ്ങിലൊക്കെ വേണ്ടിയിട്ട് മീഡിയാടെക് അഡാപ്റ്റീവ് ഗെയിമിംഗ് ടെക്നോളജി പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻതുത്ത് സ്കോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2.3 മില്യൻ്റെ മുകളിലായിട്ടുള്ള ആൻതുത്ത് സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. അവൻ വളരെ മികച്ചൊരു ആൻതുത്ത് സ്കോർ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതിൽ ടോപ്പ് എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സ്കോറാണിത്. പിന്നെ 9600 MB/s വരെ വരുന്ന LPDDR5Tയുടെ റാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MCQ എന്നുള്ള ഫീച്ചറും ഇതിൽ വരും. എയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ APU 790A എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. കുറേ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു പ്രോസസ്സർ വരുന്നത്. ഇതിൽ കുറേ ലാർജ് മോഡൽ ലാംഗ്വേജസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ജെമിനി, നാനോ, അതുപോലെ തന്നെ മെറ്റ, ലാമ 2, ലാമ 3 ഇതുപോലുള്ള പല ലാംഗ്വേജസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന പല ഫോണുകളിലും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് മിറാവിഷൻ 990 വരുന്നുണ്ട്. ഇതിൽ 4K ഡിസ്പ്ലേ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 4K ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യും. അതല്ല WQHD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 180 Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിൽ ImageQ 990 ISP ആണ് വരുന്നത്. 18-bit RAW ISP ആണ് ഇതിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 320 MP വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 8K 30fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ സിമാറ്റിക് അനാലിസ് വീഡിയോ എഞ്ചിൻ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീഡിയോഗ്രാഫി ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സെക്യൂർ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. HWROT അതുപോലെ തന്നെ MTE ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിൽ ബ്ലൂടൂത്ത് 5.4ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ Wi-Fi 7ൻ്റെ സപ്പോർട്ട് തന്നെ ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. R60 മോഡാണ് വരുന്നത്. ഇപ്പം ഡൗൺലോഡിംഗ് സ്പീഡ് 7.9 GB/s വരെ എത്തുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും തുടക്കത്തിൽ ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ Vivo X100s അതുപോലെ തന്നെ iQOO Neo 9s Pro എന്നീ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചേക്കാം. അതുപോലെ തന്നെ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ iQOO Pad 2 Pro എന്ന ടാബ് വരാൻ പോകുന്നുണ്ട്. അതിലും ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. ഇനി ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 50,000 മുതൽ മുകളിലോട്ട് വരുന്ന ഏത് പ്രൈസ് റേഞ്ചിലോട്ടും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളുടെ വില പോയേക്കാം. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും വളരെ മികച്ച ആൻതുത്ത് സ്കോറും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇനി വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.